കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് തെളിവുകൾ സമാഹരിക്കുക എന്നുള്ള ആദ്യ നടപടിക്രമം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ള അവരുടെ അന്വേഷണത്തിൻ്റെ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടാണ് എത്രയും പെട്ടെന്ന് ഈ സ്ഥാപനങ്ങളിലൊക്കെ സെർച്ച് നടത്തുകയും രേഖകൾ കൈവശപ്പെടുത്തുവാൻ നിയമപരമായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റാലിറ്റിയാണ് KSIDC എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ദിവസം പൊതുമേഖലാ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതിന് ശേഷം പിന്നെ KSIDCയിലേക്ക് ചെന്നപ്പോൾ എന്തുകൊണ്ടാണോ എന്തൊക്കെയോ മറച്ചു വെക്കാനുള്ള ആ ഒരു ആദിയിലും ആ ഒരു രായ്ക്ക് രാമാനം KSIDCയിൽ അവിടെ പരിശോധന നടത്തുന്നത് തടയുവാൻ ഒരു റിട്ട് ഹർജി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ ഇവർ ഭയക്കുന്നു ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി അവിടെ സെർച്ച് നടന്നാൽ എന്നുള്ളത് വ്യക്തമായിട്ട് വെളിവാക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഈ ഒരു റിട്ട് പെറ്റീഷനിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനകത്ത് ആവശ്യപ്പെട്ടിരുന്ന ഇടക്കാല ആശ്വാസം തള്ളി, ആ പ്രയർ തള്ളി എന്ന് മാത്രമല്ല, റിട്ട് ഹർജി പരിശോധിക്കുമ്പോൾ തന്നെയും വളരെ വെയ്ഗായിട്ടുള്ള, ഒരു തരത്തിലും നിയമത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനക്സ്റ്റേഴ്സും ഗ്രൗണ്ട്സും ഒക്കെ വെച്ചിട്ടാണ് ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ അവർ പറയുന്നത് KSIDCക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു. ആ നോട്ടീസിന് മറുപടിയായിട്ട് കൊടുത്തിരുന്ന മറുപടി, ആ റിപ്ലൈ പരിശോധിക്കാതെയാണ് ഇത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നുള്ളതുകൊണ്ട് ഈ അന്വേഷണം തങ്ങൾക്കെതിരെയും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് അത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന നോട്ടീസ് നാം പരിശോധിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ശ്രീ ഷോൺ ജോർജിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പോയിന്റുകൾക്ക് പോയിന്റ് ബൈ പോയിന്റ് ക്ലാരിഫിക്കേഷൻ വേണമെന്നാണ് KSIDCയോട് പറഞ്ഞിരിക്കുന്നത്. 2 IAS ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്ന നോട്ടീസിന് കൊടുത്തിരിക്കുന്ന മറുപടി അത് എക്സിബിറ്റ് P7 ആയിട്ടാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അത് സാധാരണ കല്യാണക്കത്തൊക്കെ ക്ഷണക്കത്തൊക്കെ എഴുതുന്നത് പോലെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഇന്നാരുടെ മക്കൾ വിവാഹിതരാകുകയാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലാഘവത്തോടു കൂടി എങ്ങനെയാണ് KSIDC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നും എന്ന് മാത്രമല്ല കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പരിശോധന നടത്തുന്ന സ്ഥാപനമാണെന്നും ഒക്കെ പറഞ്ഞ് വളരെ ഇവേസീവായിട്ടുള്ളൊരു റിപ്ലൈ, ആ റിപ്ലൈ പരിഗണിക്കാതെയാണ് ഈ ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ റിപ്ലൈ ആയിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത്? അവർ കണ്ടെത്തിയതുപോലെ വളരെ ഇവേസീവായിട്ടുള്ള, ഒരു ഗൗരവവും അർഹിക്കാത്ത തരത്തിലുള്ള ഒരു റിപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഇവേസീവായിട്ടുള്ള റിപ്ലൈ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസ് എൻ്റർടൈൻ ചെയ്യാൻ വൈമുഖ്യം കാണിച്ചത്. ഇതിൽ എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റിട്ട് ഹർജിയുടെ ഭാഗമായി അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഷോൺ ജോർജിൻ്റെ കംപ്ലൈൻറ്റ് വെച്ചിട്ടില്ല. ഈ നോട്ടീസിനോടൊപ്പം തന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇതിന് ഉത്തരം പറയണമെന്ന് ആവശ്യപ്പെടുന്ന ഈ കംപ്ലൈൻറ്റും അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കംപ്ലൈൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള ആ നോട്ടീസിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള ആ കംപ്ലൈൻറ്റ് ഈ ഹർജിയുടെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിൽ വെച്ചിട്ടില്ല. അതൊരു തരത്തിൽ സപ്രഷനാണോ എന്ന് പോലും ഉദ്യോഗം ഉണർത്തുന്ന തരത്തിലാണ് ആ ഒരു കാര്യം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാഞ്ഞത്. അപ്പോൾ ഈ ഒരു തിടുക്കം എന്തുകൊണ്ടാണ് ഈ ഒരു തിടുക്കം ഒരു സർക്കാർ സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് സമാനമായിട്ട് മറ്റൊരു അന്വേഷണ ഏജൻസി, സർക്കാർ ഏജൻസിയുടെ അന്വേഷണത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നത്? അപ്പോൾ വളരെ വ്യക്തമാണ്, അന്വേഷണം ദ്രുതഗതിയിൽ തുടങ്ങി എന്നതുകൊണ്ട് നമുക്കൊരു അവരിൽ ഒഫൻസ് ഇമ്പ്യൂട്ട് ചെയ്യുവാൻ ഒക്കില്ല എങ്കിൽ കൂടിയും ഇത്ര ത്വരിതമായി അന്വേഷണം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്ന പല ആൾക്കാരും പല സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഇത് ആത്യന്തികമായിട്ടും ഈ വീണ വിജയനെ ചോദ്യം ചെയ്യുക, എക്സാലോജിക്കിൽ ഇതുപോലെ ഒരു അന്വേഷണം നടത്തുവാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു നടപടി. ഇതിനോടൊപ്പം തന്നെ ഇപ്പം അവരെ ചോദ്യം ചെയ്തതിന് ശേഷം ഇങ്ങനൊരു നിഗമനത്തിലെത്തുകയാണ്, ഈ വാങ്ങിയിരിക്കുന്ന ഈ പണം നിയമപരമായിട്ട് അനുവദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ED സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. 447 പ്രകാരം ഒഫൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ
അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മണി ട്രെയിൽ പരിശോധിക്കപ്പെടും. കഴിഞ്ഞ ഇത്രയും നാളുകളായി എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വഴിവിട്ട് CMRLന് കൊടുത്തിരിക്കുന്ന ഫേവേഴ്സ് എന്തൊക്കെയാണ് എന്നത് പരിശോധിക്കപ്പെടും. എന്ന് മാത്രമല്ല KSIDC ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷനാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമെങ്കിലും ഡയറക്ടർ ബോർഡിൽ അംഗമാണ്. KSIDCയുടെ പ്രതിനിധി ഡയറക്ടർ ബോർഡിലുണ്ട് CMRLൻ്റെ. അതുകൊണ്ടൊക്കെ തന്നെ ഏത് തരത്തിലുള്ള കൊള്യൂഷൻ രാജ്യത്തിൻ്റെ വിലപ്പെട്ട കരിമണലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സിംഗ് നടത്തുന്ന ഒരു സ്ഥാപനമെന്നുള്ള നിലയിൽ എന്തൊക്കെ ഇല്ലീഗാലിറ്റി അവിടെ നടന്നിട്ടുണ്ട്, അതിന് KSIDC കൊള്യൂഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം വിട്ടുവീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വശങ്ങളെല്ലാം പരിശോധിക്കപ്പെട്ട് വരുമ്പോൾ പല ഏജൻസികൾ, ഇറ്റ് വിൽ ബി എ മൾട്ടി ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ അൾട്ടിമേറ്റ്ലി. ഇതിനകത്ത് സത്യം പുറത്തു വരുവാൻ അല്ലെങ്കിൽ നിയമവിരുദ്ധത പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ത്വരിതഗമനത്തിൽ ഈ അന്വേഷണം മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് പൗരബോധമുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള അതാണ്. KSIDC ഇത്രത്തോളം പ്രാധാന്യം ഇതിന് അറ്റാച്ച് ചെയ്യുന്നത് അവർക്കൊന്നും മറയ്ക്കാനില്ല, ഒന്നും മറയ്ക്കാൻ ഉണ്ടാകരുതാത്ത തരത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ സ്വഭാവവും കോൺസ്റ്റിറ്റ്യൂഷനും ആ രീതിയിലാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്രയധികം ഇതിൽ പരിഭ്രാന്തരായി തീർന്നിരിക്കുന്നതെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഒരു ഭാഗത്ത് ഷോൺ ജോർജിൻ്റെ കംപ്ലയിൻറ്റ് ഈ ഹർജിയുടെ ഭാഗമായിട്ട് അനക്സ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ SFIOയുടെ ഉത്തരവ് ഈ അന്വേഷണത്തിന് അധികാരപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുടെ പേര് സഹിതം കൊടുത്തിട്ടുള്ള ആ ഉത്തരവ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് അത് അനക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അനക്സ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അനക്സ് ചെയ്തിട്ടില്ല, എന്നാൽ സോഷ്യൽ മീഡിയയിൽ മൊബൈൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് നമുക്കറിയാം. ആ പേപ്പർ ബുക്ക് വായിക്കുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ കോപ്പി വായിക്കുമ്പോൾ അറിയാം എവിടുന്നോ മൊബൈൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയധികം പരിഭ്രാന്തപ്പെട്ടിങ്ങനെ അവർ ചെന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ഈ റിപ്ലൈ കണ്ടു കഴിഞ്ഞാൽ ഒരു തരത്തിലും യുക്തിസഹിതമല്ലാത്ത ഒരു റിപ്ലൈ ആണ് ഈ അനക്സ്ചർ എക്സിബിറ്റ് P7 ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു റിപ്ലൈ ഫർണിഷ് ചെയ്യുവാനും ആ റിപ്ലൈയുടെ അടിസ്ഥാനത്തിലല്ലാതെ അത് പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. അത് കോടതിയുടെ മുമ്പിൽ പോകുമ്പോൾ തന്നെ ഈ നോട്ടീസും റിപ്ലൈയും കൊടുക്കുമ്പോൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ വേണമെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഇവേസീവായിട്ടുള്ള ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ എന്തൊക്കെയോ ഇതിനകത്ത് മറയ്ക്കുവാനുണ്ട് എന്നുള്ളത്. ശരിയാണ്, ഡയറക്ടർ ബോർഡിൽ അംഗമാണ്. 13% മാത്രമാണ് അവർക്ക് അതിനകത്ത് ഷെയർ ഉള്ളത്. പക്ഷേ സർക്കാരും ഈ സ്ഥാപനവുമായിട്ടുള്ള ഒരു ഇതിനിടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറി ഏജൻസി എന്നുള്ളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷനാണ് അവരുടെ റോളെങ്കിലും ഏത് തരത്തിലുള്ള ഇല്ലീഗൽ ലൈസനിങ് ഇത് അണ്ടർടേക്ക് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെളിയിൽ വരും എന്നുള്ളതിനെക്കുറിച്ച് അവർ ഒരുപക്ഷെ പരിഭ്രാന്തിയിലായിരിക്കാം. അത് മാത്രമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലേ? സുപ്രീം കോടതിയിൽ നിന്ന് ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡെസിഗ്നേറ്റഡ് സീനിയറിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അപ്പിയർ ചെയ്യിപ്പിക്കുക എന്നുള്ളത്